നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മർദ്ദനമേറ്റ് മരിച്ചു. കരുനാഗപ്പള്ളി തൊടിയൂരിലാണ് സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തൊടിയൂരിൽ ഇന്ന് ഹർത്താൽ. ദേശീയപാത വികസനം. കരുനാഗപ്പള്ളി നഗരത്തിൽ തൂണുകൾ നിർമ്മിക്കുന്ന ഓപ്പൺ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള പൈലിംഗ് ജോലികളാണ് ആരംഭിച്ചത്. പന്നിക്കാവ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെ LABH അംഗീകാരം. ലാബ് സൗകര്യം, യോഗ ഹാൾ, തൈറോയിഡ് OP തുടങ്ങിയ വിലയിരുത്തിയാണ് അംഗീകാരം. വിശദമായ വാർത്തകളിലേക്ക്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മർദ്ദനമേറ്റ് മരിച്ചു. കരുനാഗപ്പള്ളി തൊടിയൂരിലാണ് സംഭവം. വിവാഹ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ അക്രമാസക്തരായ വധുവിന്റെ വീട്ടുകാരുടെ ആക്രമണത്തിലാണ് സലീം മണ്ണയിൽ മരിച്ചത്. 2 പേരെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് തൊടിയൂരിൽ ഇന്ന് LDF ഹർത്താൽ. വിവാഹ മധ്യസ്ഥ ചർച്ച അക്രമാസക്തമായി വധുവിന്റെ ബന്ധുക്കളുടെ ആക്രമണത്തിലാണ് ജമാഅത്ത് പ്രസിഡന്റും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സലീം മണ്ണയിൽ മരിച്ചത്. കരുനാഗപ്പള്ളി പോലീസ് കൊലപാതകത്തിന് കേസെടുത്തു. സംഭവത്തിൽ തേവലക്കര പാലക്കൽ സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ജമാഅത്തിലുള്ള ഒരു ഷമീർ എന്ന പയ്യൻ കോയിവിള ജമാഅത്ത് വിവാഹം കഴിച്ചാണ്. ജമാഅത്തിന്റെ പേരിൽ പെൺകുട്ടി വിവാഹം കഴിച്ചു. കുറച്ച് നാളിന്റെ മധ്യസ്ഥ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മധ്യസ്ഥ ചർച്ചയെ ബന്ധപ്പെട്ട് അവർ 3 മണിക്ക് വരികയും ജമാഅത്തിൻ്റെ നിസ്കാരത്തിന് ശേഷം ജമാഅത്തിൻ്റെ ഓഫീസിൽ വെച്ച് ചർച്ച നടത്തുകയും ചെയ്തു. ചർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചർച്ച മധ്യക്ക് എത്താത്ത രീതിയിൽ വരികയും അപ്പോൾ അതിൽ പ്രബോധരായ ഈ പുറത്തുനിന്ന് കൂടുതൽ ആൾക്കാർ ജമാഅത്ത് ഓഫീസിൽ കസേര അടിച്ചു പൊട്ടിക്കുകയും വളരെ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും ചെയ്തു. അത് ചോദ്യം ചെയ്ത ജമാഅത്ത് പ്രസിഡന്റും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സലീം മണ്ണലിനെ കുടിച്ചെല്ലുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചവിട്ടിക്കൊലപ്പെടുകയും ഉണ്ടായി. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: പാലോലിക്കുളങ്ങര മുസ്ലിം ജമാഅത്തിൽപ്പെട്ട ഷമീറും കോയിവള മുസ്ലിം ജമാഅത്തിൽപ്പെട്ട സുൽഫത്തും തമ്മിലുള്ള ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ മധ്യസ്ഥ ചർച്ചയിൽ പരിഹരിക്കാൻ ഇരുകൂട്ടരുടെയും ബന്ധുക്കൾ പാലോലിക്കുളങ്ങര ജമാഅത്ത് ഓഫീസിൽ വൈകിട്ട് 4 മണിക്ക് ഒത്തുകൂടി. തുടർന്ന് ചർച്ച മുന്നോട്ടു പോകവെ വധുവിന്റെ ബന്ധുക്കൾ ചർച്ച നടക്കുന്ന ഓഫീസിലേക്ക് എത്തി. 5:30ഓടെ സംഭവം അക്രമത്തിലേക്ക് വഴിമാറി. വധുവിന്റെ ബന്ധുക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ സലീം മണ്ണലിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം വലിയത്ത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവസ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കലിന്റെ വാർഡ് തല ശില്പശാല നടത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചങ്ങൻകുളങ്ങരയിലാണ് ശില്പശാല നടത്തിയത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കലിന്റെ വാർഡ് തല ശില്പശാല നടത്തിയത്. ചങ്ങൻകുളങ്ങര 12ാം വാർഡിലാണ് ചടങ്ങ് നടന്നത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു. കാവുകള്, കുളങ്ങള്, അതുപോലെ തന്നെ അന്യം നിന്നു പോകുന്ന ജന്തു ജീവജാലങ്ങള്, സസ്യജാലങ്ങള് എന്നിവയെക്കുറിച്ചൊക്കെ കണ്ടെത്തുകയും പരമ്പരാഗതമായ ആൾക്കാരിൽ നിന്ന് പരമ്പരാഗതമായ അറിവുകളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള രജിസ്റ്ററുകൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിലുടനീളം 17 വാർഡുകളിലായിട്ട് നടന്നു വരുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ദിലീപ് ശങ്കർ സ്വാഗതം പറഞ്ഞു. കാവുകൾ, കുളങ്ങൾ, ഔഷധ സസ്യങ്ങൾ, മരങ്ങൾ, പക്ഷിമൃഗാദികൾ എന്നിവയെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാമഹന്മാർ നമുക്ക് ഉപയോഗിച്ചു തന്നിട്ടുള്ള പ്രകൃതിയുടെ സമ്പത്തുകൾ, അത് നമ്മൾ കാലഘട്ടത്തിന്റെ പല ശേഷിപ്പുകളിലും നമ്മൾ നിരുപാധികം അല്ലെങ്കിൽ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അതൊക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വന്ന് ഇനി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവാണ് ഇങ്ങനെയുള്ള ജൈവ വൈദ്യ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള ഈ ഗവൺമെന്റിനെ ഉദ്ദേശിപ്പിക്കുന്നുള്ള കാരണം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വികസന സെമിനാർ നടത്തി. പേരയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ നടത്തിയത്. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. പേരയം ഗ്രാമപഞ്ചായത്തിൽ ദേശസാൽകൃത ബാങ്കിന്റെ ബ്രാഞ്ച് അനുവദിപ്പിക്കാൻ ശ്രമം തുടരുമെന്ന് MP അറിയിച്ചു. പേരയം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പേരയം ഗ്രാമപഞ്ചായത്തിൽ ദേശസാൽകൃത ബാങ്കിന്റെ ബ്രാഞ്ച് അനുവദിപ്പിക്കാൻ ശ്രമം തുടരുമെന്ന് MP അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു. ദീർഘകാല ആവശ്യമായിരുന്ന സബ് സെന്റർ നിർമ്മാണത്തിന് 22 ലക്ഷം രൂപ അനുവദിച്ചു. കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് ഉത്തരവായിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം
നമ്മുടെ കുമ്പളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജല പരിശോധന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് തുടങ്ങുന്നതിനായി 1.25 ലക്ഷം രൂപ ബഹുമാനായി MLA അനുവദിച്ചിട്ടുണ്ട്. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണമ്പലം ലാൻഡിംഗ് സെന്ററിനോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ കൈവശമുള്ള ഭൂമിയിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി MLA ആസ്തി വികസന ഫണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതി ടൂറിസം പദ്ധതിക്ക് വേണ്ടിയുള്ള DPR തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ N. ഷേർലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലത ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ഷാജി, ബിനോയ് ജോർജ്, P. രമേശ് കുമാർ, രജിത കുമാരി, വിനോദ് പാപ്പച്ചൻ, Y. ചെറുപുഷ്പം, B. സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി G. ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ എന്തിനാണ് MPക്ക് ഇത് ട്രോൾ ഇട്ടതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനോ ആധികാരികമായിട്ട് പറയാൻ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറയുന്നത് ഞങ്ങളെ ചുറ്റപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. 2019-20 ജനുവരി മാസത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ കുറച്ചു പേര് ഇവിടുന്ന് കൊല്ലത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോവുകയും ഞങ്ങളുടെ പരാധീനതകളും ആവലാതികളും വലിയ ഒരു പരാതി ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് വായിച്ചു നോക്കാതെ ചവറ്റുകൊട്ടയിൽ തള്ളാമായിരുന്നു. പാർലമെന്റിലും അസംബ്ലിയിലും അവർക്കെല്ലാം കൃത്യമായി കുറച്ച് സമയങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പരാധീനതകൾ വായിക്കാനും അതിനൊപ്പം തന്നെ അത് പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഞങ്ങളോടൊപ്പം നിന്ന്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പത്തനാപുരം താലൂക്ക് സഭ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടത്തി. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. താലൂക്ക് ആശുപത്രി വികസനത്തിന് ഫണ്ട് അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. താലൂക്ക് ആശുപത്രി വികസന പദ്ധതികളുടെയും പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം ഉടൻ നടക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. താലൂക്ക് ആശുപത്രി വികസന പദ്ധതികളുടെയും പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം ഉടൻ നടക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ലോവസ്റ്റ് കോൺട്രാക്ട് എടുത്ത് L1 കമ്പനിക്കാർക്ക് അലോട്ട് ചെയ്തു. അവർ ഗ്രൗണ്ട് എല്ലാം ക്ലിയർ ചെയ്തു. അവർ 18 മാസം കൊണ്ട് പണി നിൽക്കുന്ന തരത്തിലുള്ള ചാർട്ട് എന്നെ കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റും ഉണ്ടായിരുന്നു. അത് ഞാനൊരു എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ പ്രസന്റേഷൻ വയ്ക്കും. എന്തൊക്കെയാണ് ആശുപത്രിയുള്ളത്, ആശുപത്രി എല്ലാവർക്കും കാണാൻ. നമ്മൾ ഈ മാസം മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കല്ലിട്ട് കഴിഞ്ഞാൽ 18 മാസമാണ് അവരുടെ കാലാവധി. വേറെ തടസ്സങ്ങളൊന്നും വന്നെങ്കിൽ 18 മാസം കൊണ്ട് അവർ നവംബർ മാസത്തോടെ സ്ട്രക്ചർ മുഴുവൻ തീർത്തി അതിനുശേഷം അകത്തെ പണികൾ ചെയ്തു. 2025 ഓഗസ്റ്റ് അത് പണി പൂർത്തിയാക്കി തരാമെന്നാണ് അതിനായിട്ട്. അത്യന്താധുനിക സംവിധാനങ്ങളാണ് ആശുപത്രിയിൽ ഉണ്ടാകുകയെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ മാസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും. 1.5 വർഷത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. തുളസി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമരാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി നഗരത്തിൽ തൂണുകൾ നിർമ്മിക്കുന്ന ഓപ്പൺ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മേൽപ്പാലങ്ങൾ, തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള പൈലിംഗ് ജോലികളാണ് തുടങ്ങിയിരിക്കുന്നത്. മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള പൈലിംഗ് ജോലികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പൈലിംഗ് ജോലികൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തൂണുകളുടെ നിർമ്മാണവും ആരംഭിക്കും. നേരത്തെ മേൽപ്പാല നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധനയും ടെസ്റ്റ് പൈലിംഗും പൂർത്തിയായിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി നഗരത്തിൽ ഇരുവശവും കെട്ടിമറച്ചുള്ള ഫ്ലൈ ഓവർ നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം. ജില്ലയിലെ തന്നെ തിരക്കേറിയ നഗരങ്ങളിലൊന്നായ കരുനാഗപ്പള്ളി പട്ടണത്തെ മതിൽ കെട്ടിമറയ്ക്കാനുള്ള നീക്കത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. നഗരസഭയും വ്യാപാരികളും സേവ് കരുനാഗപ്പള്ളി ഫോറം പോലുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെ അഡ്വക്കേറ്റ് AM ആരിഫ് MP പാർലമെന്റിലും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും മുന്നിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് നഗരത്തിൽ തൂണുകളിൽ ഉയർത്തിയുള്ള മേൽപ്പാലം നിർമ്മിക്കുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ MPയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നത്. മേൽപ്പാല നിർമ്മാണം തുടങ്ങുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ദേശീയപാതയുടെ പടിഞ്ഞാറ് വശം പൂർണ്ണമായും കെട്ടിമറച്ചാണ് മേൽപ്പാല നിർമ്മാണം നടക്കുന്നത്. അതിനാൽ ഇടതുവശത്തുകൂടി മാത്രമേ വാഹനങ്ങൾ കടന്നു പോകാനാകൂ. ഈ സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായും റോഡിന് കിഴക്കുവശത്തുകൂടി മാത്രമാക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദേശീയപാത പ്രോജക്ട് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കരുനാഗപ്പള്ളി പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദേശീയ യുവജന ദിനത്തിൽ കൊല്ലം മോട്ടോർ വാഹന വകുപ്പും കൊട്ടിയം റോട്ടറി ക്ലബ്ബും സംയുക്തമായി ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ട്രാഫിക് നിയമം പാലിച്ചുകൊണ്ട് സഞ്ചരിച്ച യാത്രക്കാർക്ക് മധുരം നൽകി. റോട്ടറി ക്ലബ്ബ് കൊട്ടിയവുമായി ചേർന്നിട്ട് ഇന്ന് നടന്ന ഈ ബോധവൽക്കരണ ക്യാമ്പ്, നമ്മളിപ്പോൾ ക്യാമ്പല്ല, ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാം നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്.
കൊട്ടിയം തഴുത്തല റോഡിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ AMVI നജുമൽ ഉബൈദ്, SU അനീഷ് എന്നിവർ ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിന് നേതൃത്വം നൽകി. ഒരു ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ആ ക്യാമ്പയിൻ ഇന്ന് നമ്മുടെ നേതൃത്വം കൊടുക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിജ്മൽ ഹുസൈൻ സാറാണ്. അതോടൊപ്പം തന്നെ അനീഷ് സാറും. വർദ്ധിച്ചു വരുന്ന അപകടങ്ങളിൽ ഏറിയ പങ്കും ചെറുപ്പക്കാരുടെ അശ്രദ്ധമായ വാഹന ഉപയോഗം മൂലമാണെന്നും ശരിയായ രീതിയിലുള്ള ബോധവൽക്കരണം മൂലം ഒരു പരിധിവരെ അപകട സാധ്യത കുറയ്ക്കാനാകുമെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ അധ്യക്ഷനായിരുന്നു. വാളത്തുങ്കൽ പ്രതാപ് അപകട സാധ്യതകളെക്കുറിച്ചുള്ള ജീവിതാനുഭവം പങ്കുവച്ച് സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി സുജിത്ത്, S അനിൽകുമാർ, B സുകുമാരൻ, ഭാരവാഹികളായ S ബിജു, R ഹർലാൽ, B ഉണ്ണികൃഷ്ണൻ, രാജൻ കൈനോസ്, ഷാജി സൈനുദ്ദീൻ, സഞ്ജയ് ഖാൻ, ശ്യാം ശിവകുമാർ, സാമൂഹ്യ പ്രവർത്തകൻ മുഹത്തല സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം സമര കോർണർ സംഘടിപ്പിച്ചു. പോരുവഴി പടിഞ്ഞാറ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് കാട്ടുന്ന സാമ്പത്തിക ഉപരോധത്തിലും അവഗണനയിലും പ്രതിഷേധിച്ചാണ് DYFIയുടെ നേതൃത്വത്തിൽ ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം ചക്കുവള്ളിയിൽ സമര കോർണർ സംഘടിപ്പിച്ചു. പോരുവഴി പടിഞ്ഞാറ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് സമര കോർണർ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാപെക്സ് ചെയർമാനുമായ M ശിവശങ്കരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ N പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് കേരളത്തെ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമായി പോലും കാണാതെ സമസ്ത മേഖലകളിലും കേരളത്തെ തകർക്കുന്നതിന് വേണ്ടി കേരളത്തെ എല്ലാ രീതിയിലും സാമ്പത്തികമായി തന്നെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനത്തിനെതിരെ DYFI നേതൃത്വത്തിൽ ഈ വരുന്ന 20-ാം തീയതി മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിരിക്കുകയാണ്. കൺവീനർ ഷാഹിദ് ചിറയിൽ സ്വാഗതം പറഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നിസാം മൂലത്തറ, P നിഷാദ്, M സൈനുദ്ദീൻ, ഹാരിസ്, അഭിജിത്ത്, J ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. യുവാക്കളെ ആകെ വഞ്ചിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് DYFI ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഭരണിക്കാവ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെ NABH അംഗീകാരം ലഭിച്ചു. നിലവിലെ ലാബ് സൗകര്യം, യോഗ ഹാൾ, തൈറോയിഡ് OP തുടങ്ങിയ വിലയിരുത്തിയാണ് അംഗീകാരം. ഭരണിക്കാവ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്കാണ് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റലിന്റെ അംഗീകാരം ലഭിച്ചത്. 2023 ഒക്ടോബർ 27-ന് തിരുവനന്തപുരത്ത് നടത്തിയ NABH ഇൻസ്പെക്ഷനെ തുടർന്നാണ് ആശുപത്രിക്ക് അംഗീകാരം ലഭിച്ചത്. നിലവിലെ ലാബ് സൗകര്യം, യോഗ ഹാൾ, തൈറോയ്ഡ് സ്പെഷ്യൽ OP, പുറമെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് അംഗീകാരം നൽകിയത്. അംഗീകാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ, ഡോക്ടർ രേഖ തുടങ്ങിയവർ അറിയിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ടുള്ള FHSCക്കും ഹോമിയോ ഹോസ്പിറ്റലിനും അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിനും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട അംഗീകാരം നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലിന് NABH അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ FHSCക്ക് കായകൽപ അവാർഡ് കോവിഡ് സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ശുചിത്വവുമായും രോഗാണു പ്രതിരോധം ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾക്ക് കായകൽപ അവാർഡാണ് FHSCക്ക് ലഭിച്ചത്. അപ്പോൾ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഈ ആരോഗ്യ കേന്ദ്രങ്ങൾക്കൊക്കെ തന്നെ ഈ അവാർഡുകൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുവാൻ നമ്മുടെ ഡോക്ടർമാർ, ഈ 3 ആരോഗ്യ സേവനത്തിലെയും ഡോക്ടർമാരും അതോടൊപ്പം തന്നെ അവരോട് ഒപ്പം നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണിക്കാവ് ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിക്ക് NABHന്റെ അംഗീകാരം കിട്ടിയ വിവരം സസന്തോഷം അറിയിക്കുന്നു. ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളെ മികവിലേക്ക് ഉയർത്തുക എന്ന ഉദ്യമത്തിന്റെ ഫലമായിട്ടാണ് ഡിസ്പെൻസറിക്ക് ഈ നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഡിസ്പെൻസറിയിൽ നൽകി വരുന്ന രോഗി സൗഹൃദമായ സമീപനം, യോഗ പരിശീലനം, സുസജ്ജമായ ലാബ്, കൗൺസിലിംഗിന്റെ സൗകര്യം, തൈറോയിഡിന്റെ സ്പെഷ്യൽ OP മുതലായ വിവിധങ്ങളായ സേവനങ്ങളെ പരിഗണിച്ചിട്ടാണ് ഡിസ്പെൻസറിക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുള്ളത്. ഈ അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് കഴിഞ്ഞ 6 മാസങ്ങളായി നിരവധി പ്രവർത്തനങ്ങളാണ് ഡിസ്പെൻസറിയിൽ നടന്നു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കറ്റാനം.
തഴവ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ തകർച്ചയിൽ. റോഡിനിരുവശവും കാട് മൂടിയ നിലയിലാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. തഴവ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളാണ് ശോച്യാവസ്ഥ നേരിടുന്നത്. പ്രധാനമായും തഴവ നേരമ്പോക്ക്, കുതിരപ്പന്തി റോഡ്, തോണ്ടുതറ കാട്ടൂർമടം റോഡ് എന്നിവ ശോച്യാവസ്ഥ നേരിടുന്നു. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല. ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. 1-2 വാർഡുകളിലെ തഴവ പഞ്ചായത്തിൽ മൊത്തവും റോഡുകളുടെ അവസ്ഥ മോശം. അത് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന നേരമ്പോക്ക്, കുതിരപ്പന്തി, തോണ്ടുതറ കാട്ടൂർമടം റോഡുകൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അതിന്റെ റോഡ് മെയിൻ്റെനൻസ് നടത്തേണ്ടത്. ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനാവശ്യമായ ഫണ്ടില്ല എന്നുള്ളത്. കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിമുറിക്കുന്നതും പതിവാണ്. പിന്നീട് നവീകരിക്കില്ല. ഇതാണ് പ്രധാനമായും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. അതോടൊപ്പം തന്നെ ഈ റോഡുകൾ കൂടുതൽ പൊളിയാൻ കാരണം പൈപ്പ് ലൈൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പൈപ്പ് ലൈന്, അതുപോലെ തന്നെ അത് കുഴിയെടുത്തതിന് ശേഷം ഇന്ന് വരെ അതിനാവശ്യമായ ഒരു നടപടിയും ഗ്രാമീണ റോഡുകൾ നടത്തിയിട്ടില്ല. റോഡിന്റെ ഇരുവശങ്ങളും കാട് മൂടിയ നിലയിലാണ്. സ്വകാര്യ വ്യക്തികളോ പഞ്ചായത്തോ കാട് വെട്ടിത്തെളിക്കാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ റോഡുകളുടെ മറ്റൊരു ദയനീയാവസ്ഥ എന്ന് പറയുന്നത് ഇരുവശങ്ങളും കാട് പിടിച്ച് ഒന്നീ വസ്തു ഉടമസ്ഥര് അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരി ആരെങ്കിലും ബന്ധപ്പെട്ട ഒന്ന് വൃത്തിയാക്കാനുള്ള നടപടിയില്ല. നേരമ്പോക്ക് കുതിരപ്പന്തി റോഡിൽ സ്കൂൾ, അക്ഷയ സെന്റർ, പോസ്റ്റ് ഓഫീസ് എന്നിവയുമുണ്ട്. ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുതിരപ്പന്തിയെ സംബന്ധിച്ചോളം മഠത്തിൽ HSS, കുതിരപ്പന്തി ഗവൺമെന്റ് LPS, കുതിരപ്പന്തി മാർക്കറ്റുള്ള റേഷൻ കട, അക്ഷയ സെന്റർ, പോസ്റ്റ് ഓഫീസ്, ഇവിടൊക്കെ വരുന്ന ജനങ്ങൾ നന്നേ ബുദ്ധിമുട്ടാണ്. അതൊക്കെ വലിയ പരിതാപകരമാണ്. അടിയന്തരമായി ജില്ലാ പഞ്ചായത്തോ പഞ്ചായത്തും ബന്ധപ്പെട്ട് ഈ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായെങ്കിലേ മതിയാവും. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തഴവ. റേഷൻ കാർഡ് ഉടമകളല്ലാത്തവർ സബ്സിഡി സാധനങ്ങൾ കൂട്ടത്തോടെ വാങ്ങിയെടുക്കുന്നത് തടയാൻ സപ്ലൈകോയിലും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പഞ്ചിംഗ് ഏർപ്പെടുത്തുന്നു. ഇതിനായി പൊതുവിതരണ വകുപ്പിന്റെ പക്കലുള്ള റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ഡേറ്റാസ് സപ്ലൈകോയ്ക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവായി. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് സപ്ലൈകോ സബ്സിഡി ഇനങ്ങൾ വിൽക്കുന്നത്. എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് സപ്ലൈകോ സബ്സിഡി ഇനങ്ങൾ വിൽക്കുന്നത്. ഈ സാധനങ്ങൾ വാങ്ങുന്നത് റേഷൻ കാർഡ് നമ്പർ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തും. ഇതിനാൽ മറ്റ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഇതേ മാസത്തെ സബ്സിഡി ഇനങ്ങൾ വാങ്ങാൻ കഴിയില്ല. എന്നാൽ മറ്റുള്ളവരുടെ റേഷൻ കാർഡ് നമ്പർ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും സബ്സിഡി ഇനങ്ങൾ വാങ്ങാം. ഇങ്ങനെ അനേകം റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് സബ്സിഡി ഇനങ്ങൾ വാങ്ങുകയും മറിച്ചു വിൽക്കുന്നതായും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ബയോമെട്രിക് പഞ്ചിംഗ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചത്. ചില ജീവനക്കാർ മാസാവസാനം മറ്റുള്ളവരുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതായും പരാതി ഉയർന്നിരുന്നു. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ റേഷൻ കാർഡ് ഉടമയ്ക്കോ അംഗങ്ങൾക്കോ മാത്രമേ ഇനി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, മാവേലി സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ കഴിയൂ. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മർദ്ദനമേറ്റ് മരിച്ചു. കരുനാഗപ്പള്ളി തൊടിയൂരിലാണ് സംഭവം. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തൊടിയൂരിൽ ഇന്ന് ഹർത്താൽ. ദേശീയപാത വികസനം. കരുനാഗപ്പള്ളി നഗരത്തിൽ തൂണുകൾ നിർമ്മിക്കുന്ന ഓപ്പൺ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള പൈലിംഗ് ജോലികളാണ് ആരംഭിച്ചത്. പന്നിക്കാവ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെ LABH അംഗീകാരം. ലാബ് സൗകര്യം, യോഗ ഹാൾ, തൈറോയിഡ് OP തുടങ്ങിയ വിലയിരുത്തിയാണ് അംഗീകാരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ